Hello all, this is Anuja and you're watching Essence of Science. ഇപ്പൊ എല്ലാവർക്കും ഓണം വെക്കേഷൻ ആണ്. സോ കുറെ പേർക്ക് എക്സാം എല്ലാം കഴിഞ്ഞ് റിസൾട്ട് വെയിറ്റ് ചെയ്തിരിക്കുന്നവരുണ്ട്. അതേപോലെ തന്നെ കോളേജസിന്റെ കേസിലൊക്കെ വെക്കേഷൻ കഴിയുന്നതും എക്സാംസ് എഴുതാൻ വേണ്ടി റെഡി ആയിരിക്കുന്നവരുണ്ട്. സോ എക്സാംസിന്റെ കൂടെ എല്ലാവർക്കും ഒപ്പം കൂടെ വരുന്ന ഒരു കാര്യമാണ് ഈ സ്ട്രെസ് എന്ന് പറയുന്നത്. അപ്പൊ എങ്ങനെയാണ് ഈ സ്ട്രെസ് മാനേജ് ചെയ്യാൻ പറ്റുക, ഈ എക്സാംസ് ഒക്കെ എങ്ങനെയാണ് ഈസി ആയിട്ട് പഠിക്കാൻ പറ്റുക എന്നുള്ളതിനുള്ള കുറച്ച് ടിപ്സും പോയിന്റ്സ് ആണ് ഞാൻ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പൊ നമുക്ക് സ്റ്റാർട്ട് ചെയ്താലോ? അപ്പൊ ഞാൻ മെയിൻലി ഇതിനകത്ത് 5 ടിപ്സ് ആണ് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പൊ ഫസ്റ്റ് ടിപ്പ് ഇസ് ദാറ്റ് പ്ലാൻ യുവർ പോർഷൻസ് പ്രോപ്പർലി. എക്സാമിന്റെ ലാസ്റ്റ് മിനിറ്റ് നേരത്ത് ഹറി ചെയ്യാതെ മുൻപ് തന്നെ വളരെയധികം പ്രോപ്പർ സ്കെഡ്യൂൾ ഒക്കെ നിങ്ങൾ പ്ലാൻ ചെയ്യുക. പോർഷൻസ് മുൻപ് തന്നെ റിവൈസ് ചെയ്ത് കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. ഈ അവസാന നിമിഷമുള്ള റിവിഷൻ നിങ്ങളുടെ മെമ്മറിയിൽ ഒന്നും സ്റ്റോർ ആവുകയോ ഇല്ല. നിങ്ങൾക്ക് സ്ട്രെസ് കൂടാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. മാത്രമല്ല, നിങ്ങൾ ഈ അവസാന നിമിഷം റിവൈസ് ചെയ്യുന്നത് കൊണ്ട് നിങ്ങൾക്ക് ഓൾറെഡി അറിയാവുന്ന പോയിന്റ്സ് പോലും നിങ്ങളുടെ മെമ്മറിയിൽ നിന്ന് വാഷ് ഔട്ട് ചെയ്യാനുള്ള ചാൻസ് വളരെയധികം കൂടുതലാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ പ്ലാനിങ് എന്ന് പറയുന്നത് വളരെയധികം എസെൻഷ്യൽ ആണ് എക്സാം ടൈംസിലൊക്കെ. ഇനി നെക്സ്റ്റ് തിങ് ആണ് ഈ സ്റ്റഡി ടിപ്പ് എന്ന് പറയുന്നത്. ഇപ്പൊ നിങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഒരു വിഷയത്തിൽ സ്റ്റക്ക് ആയ പോലെ തോന്നുകയാണ്, നിങ്ങൾക്ക് അതിന് കൂടുതൽ ആ ഒരു വിഷയം ഫർദർ പഠിക്കാൻ തോന്നുന്നില്ല, എന്നാൽ അത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക് ആണെങ്കിൽ നിങ്ങൾക്ക് പോമോഡോറോ മെത്തേഡ് ഫോളോ ചെയ്യാവുന്നതാണ്. അല്ലെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു ടോപ്പിക് ഷിഫ്റ്റ് ചെയ്ത് നെക്സ്റ്റ് ടോപ്പിക് പഠിച്ച് പിന്നീട് നിങ്ങൾക്ക് വീണ്ടും ആ ടോപ്പിക്കിലോട്ടേക്ക് തന്നെ വരാവുന്നതാണ്. അപ്പോൾ ഇത് നിങ്ങളുടെ ബോർഡം മാറ്റുന്നതിനും ഹെൽപ്പ് ചെയ്യും. അതേപോലെ തന്നെ ആ ടോപ്പിക് വളരെ ഈസി ആയിട്ട് കവർ ചെയ്യുന്നതിന് വേണ്ടിയും ഹെൽപ്പ് ചെയ്യും. ഈ പോമോഡോറോ മെത്തേഡ് എന്താണെന്നുള്ളത് ഞാൻ സ്റ്റഡി ടിപ്പ് എന്ന് പറയുന്ന വീഡിയോയിൽ അത് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. സോ അതിന്റെ ലിങ്ക് ഞാൻ ഈ വീഡിയോന്റെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. സോ കാണാത്തവർ വേഗം പോയിട്ട് കാണുക. അപ്പൊ ഇങ്ങനത്തെ ഉള്ള ഈ ടിപ്സ് ഒക്കെ വളരെ ഹെൽപ്ഫുൾ ആയിരിക്കും. പിന്നെ ഒരേ സബ്ജക്റ്റിൽ തന്നെ കോൺസ്റ്റന്റ് ആയിട്ട് പഠിച്ചുകൊണ്ടിരിക്കരുത്. കാരണം നിങ്ങൾക്ക് അത് അവസാനം നിങ്ങൾക്ക് ഈ പോർഷൻസ് നീങ്ങാത്ത പോലെ തോന്നും ആൻഡ് ലാസ്റ്റ് നിങ്ങൾ വലിയൊരു ട്രാപ്പിലാവുകയും ചെയ്യും. അപ്പൊ എപ്പോഴാണോ നിങ്ങൾക്ക് നിങ്ങളുടെ പോർഷൻസ് ലാഗിങ് പോലെ തോന്നുന്നത്, അപ്പൊ തന്നെ ആ സബ്ജക്ട് സ്റ്റോപ്പ് ചെയ്ത് നെക്സ്റ്റ് സബ്ജക്റ്റിലോട്ടേക്ക് ഷിഫ്റ്റ് ചെയ്യാൻ വേണ്ടി നിങ്ങൾ ശ്രമിക്കേണ്ടതാണ്. ഇനി നെക്സ്റ്റ് പോയിന്റ് ആണ് ടു ബി ആക്റ്റീവ്. എക്സാംസ് ആണെങ്കിൽ കൂടി അറ്റ്ലീസ്റ്റ് ഒരു 5 മിനിറ്റ്സ് ഒരു ബ്രിസ്ക് വാക്കിങ്ങോ അങ്ങനെ എന്തെങ്കിലും ഒരു വർക്ക്ഔട്ട് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. ഇത് നിങ്ങളുടെ സ്ട്രെസ് റെഡ്യൂസ് ചെയ്യുന്നതിന് വേണ്ടിയും നിങ്ങളുടെ ബോഡി ആൻഡ് മൈൻഡ് സൗണ്ട് ആക്കുന്നതിന് വേണ്ടിയും ഹെൽപ്പ് ചെയ്യും. എന്നാലാണ് നിങ്ങളുടെ ബോഡി കാം ആവുകയും നിങ്ങൾക്ക് പ്രോപ്പർ ഫോക്കസ് ആൻഡ് കോൺസെൻട്രേഷൻ കിട്ടുകയും ചെയ്യുകയുള്ളൂ. ഇപ്പോൾ നിങ്ങൾക്ക് തോന്നാം ഇത് പറയുമ്പോൾ വളരെയധികം ഈസിയാണ്. എവ്രിബഡി നോസ് നമ്മൾ ഓരോ ക്ലാസ് കയറും തോറും പോർഷൻസ് ബൾക്കി ആവുകയാണ് ചെയ്യുക. ആൻഡ് അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഇതിനൊന്നും സമയം ഇല്ലാതെയും വരാം. പക്ഷെ നിങ്ങൾ ഈ റെസ്റ്റ് എടുക്കുന്ന സമയം ഈ ഫോൺ നോക്കി 5 to 10 മിനിറ്റ്സ് സ്പെൻഡ് ചെയ്യാറില്ലേ, ആ ഒരു ടൈമിന് പകരം നിങ്ങൾക്ക് ഇങ്ങനെ യോഗ മെഡിറ്റേഷൻസ് ഒക്കെ ചെയ്ത് അതിനെ വൈസ് ആയിട്ട് യൂസ് ചെയ്യാവുന്നതാണ്. ഇത് നിങ്ങളുടെ മെമ്മറി ഇൻക്രീസ് ചെയ്യുന്നതിനും സ്ട്രെസ് റെഡ്യൂസ് ചെയ്യുന്നതിനും വേണ്ടി ഹെൽപ്പ് ചെയ്യുന്നതാണ്. അത് തന്നെയാണ് നമ്മുടെ നെക്സ്റ്റ് പോയിന്റ് എന്ന് പറയുന്നത്. എക്സാം ടൈം ആയി കഴിഞ്ഞാൽ മാക്സിമം ഗാഡ്ജറ്റ്സ് അവോയ്ഡ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. ഓക്കെ, ഇതിപ്പോ എല്ലാവർക്കും അറിയാം, മിക്ക ആൾക്കാരുടെയും ഈ നോട്ട്സ് ഒക്കെ ഇപ്പൊ ഫോണിലാണ് വരുന്നത്. ഐ ക്യാൻ അണ്ടർസ്റ്റാൻഡ് ഇറ്റ്. പക്ഷെ സ്ക്രീൻ ടൈം മാക്സിമം അവോയ്ഡ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. കാരണം ഇത് നമ്മുടെ കണ്ണുകൾക്കൊന്നും ഒട്ടും നല്ലതല്ല. ഇത് നിങ്ങളുടെ ബോഡിയെ വീക്ക് ആക്കുകയും നിങ്ങളുടെ ഫുൾ എനർജി ഡ്രെയിൻ ഔട്ട് ചെയ്യുന്നതിനും ഇത് വളരെയധികം ചാൻസസ് ഉണ്ട്. അപ്പൊ മാക്സിമം ഈ നോട്ട്സ് ഒക്കെ പ്രിന്റ് ഔട്ട് എടുക്കാൻ വേണ്ടി ശ്രമിക്കുക. അങ്ങനെ സ്ക്രീൻ ടൈം റെഡ്യൂസ് ചെയ്യാൻ വേണ്ടി നിങ്ങൾ എപ്പോഴും ശ്രമിക്കേണ്ടതാണ്. നെക്സ്റ്റ് ടിപ്പ് എന്ന് പറയുന്നതാണ് ലാസ്റ്റ് ഡേ ഓഫ് ദി എക്സാം പുതിയ ടോപ്പിക്സ് ഒന്നും പഠിക്കാതെ നിങ്ങൾ ഓൾറെഡി പഠിച്ച കാര്യങ്ങൾ തന്നെ റിവൈസ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. പുതിയ ടോപ്പിക്സ് നിങ്ങൾ ലാസ്റ്റ് മൊമെന്റ് പ്രിപ്പയർ ചെയ്യാൻ നോക്കുമ്പോൾ നിങ്ങൾക്ക് അത് മെമ്മറൈസ് ചെയ്യാൻ വളരെ ഡിഫിക്കൽട്ട് ആയിട്ട് തോന്നും. മാത്രമല്ല, നിങ്ങൾ ഓൾറെഡി പഠിച്ച കാര്യങ്ങൾ നിങ്ങളുടെ മെമ്മറിയിൽ നിന്ന് വാഷ് ഔട്ട് ആവാനുള്ള ചാൻസും വളരെ കൂടുതലാണ്. സോ അതുകൊണ്ട് ലാസ്റ്റ് ഡേ ഓഫ് ദി എക്സാം പുതിയ ടോപ്പിക്സ് നോക്കാതെ ഓൾറെഡി പഠിച്ച ടോപ്പിക്സ് റിവൈസ് ചെയ്യുകയും ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുകയും ചെയ്യുക. ഇനി നമ്മുടെ നെക്സ്റ്റ് ആൻഡ് ലാസ്റ്റ് പോയിന്റ് ആണ് ടു ഈറ്റ് വെൽ ആൻഡ് ടു ഹാവ് എ വെരി പ്രോപ്പർ സ്ലീപ്പ്. എക്സാമിന്റെ തലേ ദിവസം ഉറക്കം കളഞ്ഞ് കുറെ നേരം ഇരുന്ന് പഠിക്കുന്നത് എപ്പോഴും അവോയ്ഡ് ചെയ്യാതെ നിങ്ങളുടെ ബോഡി വീക്ക് ആവുന്നതിനുള്ള ചാൻസസ് വളരെ കൂടുതലാണ്. അതേപോലെ തന്നെ എക്സാം ആയതുകൊണ്ട് മീൽസ് ഒരിക്കലും സ്കിപ്പ് ചെയ്യരുതും. ഇത് രണ്ടും നിങ്ങൾ സ്കിപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ബോഡിയെ ഇത് വീക്ക് ആക്കുകയും നിങ്ങൾക്ക് പ്രോപ്പറായി മെമ്മറിയിൽ നിന്ന് പോയിന്റ്സ് റിട്രീവ് ചെയ്ത് എഴുതിയെടുക്കാൻ സാധിക്കാതെയും വരും. സോ എവ്രിബഡി ഡു യുവർ ബെസ്റ്റ്. ഈ ടിപ്സ് ഒക്കെ ഫോളോ ചെയ്യുക. പിന്നെ റിസൾട്ട് എന്തായാലും നമ്മൾ അതൊരിക്കലും ആലോചിച്ച് വറി ചെയ്യേണ്ട ഒരു ആവശ്യമില്ല. നമ്മുടെ ഭാഗത്തു നിന്ന് നമ്മൾ ബെസ്റ്റ് ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ ചെയ്യേണ്ടത്. അതേപോലെ തന്നെ എക്സാംസ് എന്ന് പറയുന്നതല്ല നമ്മുടെ ഫ്യൂച്ചറോ കരിയറോ ഒന്നും ഡിസൈഡ് ചെയ്യുന്നത്. അതിനൊക്കെ അപ്പുറമാണ് നമ്മുടെ ലൈഫ് എന്ന് പറയുന്നത്. മാത്രമല്ല, ഇപ്പോഴത്തെ കാലത്ത് ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് അവൈലബിൾ ആണ് നമുക്ക് ലൈഫിൽ സക്സീഡ് ചെയ്യാൻ വേണ്ടിയിട്ട്. സോ അതുകൊണ്ട് വെറുതെ എക്സാംസും പബ്ലിക് ഒപ്പീനിയനും ഒക്കെ ആലോചിച്ച് സ്ട്രെസ്ഡ് അപ്പ് ആവാതെ ഹാപ്പി ആയിട്ട് ഇരിക്കാൻ വേണ്ടി ശ്രമിക്കുക. അപ്പൊ ദാറ്റ്സ് ഇറ്റ്. ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. ഇഫ് സോ,
please do share it to your friends. Thank you.